ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈന്ത് കൊണ്ടൊരു റെസിപ്പി കാണിച്ചു തരാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ അടക്കാച്ചീര എന്ന് പറയും കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈന്ത് പൊടിയുള്ളവർക്ക് വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച് ഒരു ബോട്ടിലിൽ അടച്ചു വെച്ചാൽ എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും കഴിക്കാം. ചായക്ക് 4 മണിക്കൊക്കെ ചായക്ക് റെഡിയാക്കി വെച്ചാൽ കഴിക്കാം. നമുക്ക് എന്താവശ്യമായ സാധനങ്ങൾ റെസിപ്പിയും കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഈന്ത് പൊടി എടുത്തിട്ടുണ്ട്. ഈന്ത് പൊടിയിലേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജീരകവും ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ. നമുക്ക് ഈന്തിൻ്റെ ഫ്ലേവർ കുറഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ. നമുക്ക് ഈന്ത് മാത്രമായിട്ട് ചെയ്ത ഈന്തിൻ്റെ നല്ല ചൊവയുണ്ടാകും. ചൊവ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് ചൊവ വ്യത്യാസം വരും. പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് ഞാൻ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. വെല്ലം ഉരുക്കി വെച്ചതും കൂടി ഇതിൽ ചേർത്തിട്ട് നമ്മൾ ഇളം ചൂടോടെ കുഴച്ചെടുക്കാം. നല്ലവണ്ണം ഇതുപോലെ കുഴച്ചെടുക്കുക. നമുക്ക് കയ്യിൽ എന്താ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നില്ലേ, ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, അപ്പം തന്നെ ഉണ്ടാക്കുക. വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ ഉരുളകളാക്കിയെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ ഉരുളകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതുപോലെ കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി റെഡിയാക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ. എന്നോട് ആദ്യം കാണിക്കാൻ വിട്ടുപോയി, രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചതാട്ടോ. ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കി വെച്ചത് ഞാൻ ഇതുപോലെ റെഡിയാക്കിയെടുത്ത് ബാക്കിയുള്ളതും അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് മുഴുവനായിട്ടും നമുക്ക് കാണിച്ചു തരാം. ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈന്തിൻ്റെ പൊടിയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അധികം ഉറപ്പായാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വിചാരിച്ചാൽ അതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് പാകമായിട്ട് കിട്ടും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.